Good morning, students. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. A continuous random variable x has PDF f of x is equal to k by 1 plus x square minus infinity less than x less than infinity. Determine k. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കെ എന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളായ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം ആണ്. ഇവിടെ എങ്ങനെയാണ് കെ കണ്ടുപിടിക്കേണ്ടത് നോക്കാം, എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സിൽ കെ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സം ആണ് എടുത്തത്. അത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് സം എടുത്തത്, സം നൊട്ടേഷൻ. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ നൊട്ടേഷൻ ആണ് എടുക്കുന്നത്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ നമുക്ക് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താണ്? k by 1 plus x square dx that is equal to 1. That is, ഇവിടെ k നമുക്ക് പുറത്തേക്ക് എഴുതാം. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 1 by 1 plus x square dx is equal to 1. ഇനി this is equal to k into ഇവിടെ 1 by 1 plus x square എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ we can apply the property of even function. ഈവൻ ഫംഗ്ഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? Into 2 times 0 to infinity 1 by 1 plus x square dx is equal to 1. That is 2k 1 by 1 plus x square ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? tan inverse x എന്നാണ്. tan inverse x 0 to infinity is equal to 1. That is 2k into നമ്മൾ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ tan inverse infinity എന്ന് പറഞ്ഞാൽ pi by 2 ആണ്. sin pi by 2 by cos pi by 2. അപ്പോൾ pi by 2 ആണ്. tan inverse 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. That is equal to 1. ഈ 2 2 ക്യാൻസൽ ചെയ്തു. Therefore നമുക്ക് k യുടെ വാല്യൂ എത്ര കിട്ടും? k is equal to 1 by 5. Therefore the value of k നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. The value of k is equal to 1 by 5. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് x greater than equal to 0 കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് x greater than 0 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് എന്ത് എടുക്കണം? 0 എടുക്കണം. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ k by 1 plus x square. k യുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ k യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 by 5 divided by 1 plus x square dx. 1 by 5 നമ്മൾ പുറത്തേക്ക് എഴുതുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tan inverse x 0 to infinity. 1 by 5 tan inverse infinity എന്താണ്? tan inverse infinity pi by 2 ആണ്. tan inverse 0 എന്താണ്? 0 ആണ്. pi by വെട്ടി കളഞ്ഞു. ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1 by 2 കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. ഫസ്റ്റ് കെ യുടെ വാല്യൂ നമുക്ക് 1 by 5 കിട്ടി. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ന്റെ ആൻസർ എത്ര കിട്ടി? 1 by 2 കിട്ടി. അപ്പോൾ അത് രണ്ടാമത്തെ മോഡ്യൂൾ ഏതാണ്? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഭവമാണ് ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. അവിടെ രണ്ടാമത്തേതിൽ നമ്മൾ ഇന്റഗ്രേഷൻ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളില് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ സമ്മേഷൻ ആണ് എടുക്കുന്നത്. അത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡിഎക്സ്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത്? കെ നെ നമ്മൾ കണ്ടുപിടിക്കുക. കെ നെ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ 1 by 1 plus x square ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ 2 times 0 to infinity എഴുതാം. അങ്ങനെ നമുക്ക് കെ യുടെ വാല്യൂ 1 by 5 കിട്ടും. 1 by 1 plus x square ഇന്റഗ്രേഷൻ ഓർത്തിരിക്കണം. അത് tan inverse x ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ tan inverse infinity എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ്? pi by 2 ആണ്. കാരണം sin pi by 2 by cos pi by 2. അപ്പോൾ sin pi by 2 എത്രയാണ്? 1 ആണ്. cos pi by 2 എത്രയാണ്? 0 ആണ്. 1 by 0 ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് ആണ്. 1 by pi by 2 minus 0. അപ്പോൾ tan inverse infinity യുടെ വാല്യൂ you should remember tan inverse infinity is equal to pi by 2. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ k യുടെ വാല്യൂ നമുക്ക് 1 by 5 കിട്ടും. രണ്ടാമത്തെ പ്രോബബിലിറ്റി ഓഫ് x greater than equal to 0 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ k ക്ക് നമ്മൾ 1 by 5 കൊടുത്തു. 1 by 5 കൊടുത്തതിന് ശേഷം 1 by 5 into tan inverse x നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1 by 5 into pi by 2 pi by ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x greater than equal to 0 ന്റെ വാല്യൂ 1 by 2 കേട്ടോ. എല്ലാവരും എഴുതി